ഹൈദരാബാദിലുള്ള കറാച്ചി ബേക്കറിക്കെതിരെയുള്ള തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറാച്ചി എന്നുള്ള പേര് പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും കറാച്ചി ബേക്കറി ഏതൊരു മുസ്ലിമിൻ്റെ ബേക്കറിയാണ് അല്ലേ, ഏതോ ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യദ്രോഹിയായിട്ടുള്ള ഏതോ മുസ്ലിമിൻ്റെ ബേക്കറിയാണെന്ന് നമ്മൾ വിചാരിക്കും. 1953 നമ്മുടെ രാജ്യം 47 വിഭജിച്ചതിന് ശേഷം, അതായത് എനിക്ക് പാകിസ്ഥാനിൽ നിൽക്കണ്ട, എനിക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരണം എന്നുള്ള രീതിയിൽ 53 ഇന്ത്യയിലോട്ട് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ബേക്കറിയാണ് നമ്മുടെ കറാച്ചി ബേക്കറി. അപ്പം തുടങ്ങിയത് ഹൈദരാബാദിലാണ്. ഇതിൻ്റെ ഓണറിൻ്റെ പേരായിരുന്നു രാം നാനി എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ബേക്കറി 1953 തുടങ്ങിയത്. അപ്പോൾ അയാൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, അത് സിന്ധ് ഹിന്ദു ആയിരുന്നു ആൾ, അതായത് പാകിസ്ഥാനി ഹിന്ദു. അങ്ങനെ അയാൾ ഇവിടെ വന്നു. അയാൾ ഇന്ത്യയിലായി ഇവിടെ ബേക്കറി തുടങ്ങി. ഏകദേശം ഒരു 10-70 കൊല്ലത്തിൻ്റെ പാരമ്പര്യമുള്ള ബേക്കറി. അതിപ്പോൾ നടത്തുന്നത് അയാളുടെ 2 മക്കളാണ്. മക്കളുടെ പേര് രാജേഷ് രാംനാനി, അതുപോലെ ഹരീഷ് രാംനാനി. അപ്പം ഈ പേരിൻ്റെ പേരിൽ ഈ സംഖ്യകൾ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ചിരിയ വരുന്നത് കിട്ടും. ഇവർക്ക് എന്താ പറയുക, പാകിസ്ഥാനോട് പ്രേമം മൂത്ത് ഇട്ട പേരല്ലത്, അല്ലെങ്കിൽ ഇപ്പം അവർ പാകിസ്ഥാനികളാണ്, ഞങ്ങൾക്ക് പാകിസ്ഥാനെ ജയിക്കണം, ആ രീതിയിൽ ഇട്ടുന്ന പേരല്ല. ആ കാലത്ത് യുദ്ധവും കാര്യങ്ങളൊന്നും ആ കാലത്ത് ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുന്ന കാലത്ത് അവിടെ നിന്ന് വന്ന ഒരാളിട്ട പേര് മാത്രമാണ്. ഇതിലൊരു ഹിന്ദുത്വവും അല്ലെങ്കിൽ ഒരു മുസ്ലിം എക്സ്ട്രീമിറ്റിയും അല്ലെങ്കിൽ ഹിന്ദുത്വമൊന്നും കൊണ്ടുവരേണ്ട കാര്യമേ നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഈ സംഘികളുടെ പ്രശ്നം എന്താ വെച്ചാലല്ലോ, 2014 ശേഷം രാജ്യസ്നേഹം വന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ സംഘികൾ, നാഷണലിസ്റ്റ് ആയതാ. 2014 മുമ്പ് ഇവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ത്യക്കാർ മാത്രമായിരുന്നു. 2014 ശേഷമാണ് രാജ്യസ്നേഹം മൂത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണ്ടേ. ചരിത്രം പറയാനില്ല, ചരിത്രം പറയാൻ അറിയില്ല. അപ്പോൾ പിന്നെ ആകെ ഉള്ളത് ഇതുപോലെ ബീഫ് കൊണ്ടുപോകാൻ അടിക്കുക, ഇങ്ങനത്തെ പേരിട്ടവരുടെ എന്താ പറയുക സ്ഥലങ്ങൾ തല്ലിപ്പൊളിക്കുക, റോട്ടിൽ കൂടെ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ അവനെ കുത്തിന് കയറി പിടിച്ച് കൊന്നു കളയുക. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് സുഖിച്ച്, അല്ലെങ്കിൽ അതാണ് പാട്രിയോട്ടിസം പറയാൻ പാടില്ല, അത് ഞാൻ പറയില്ല അവിടെ. അതാണ് നാഷണലിസ്റ്റ് അല്ലെങ്കിൽ നാഷണലിസം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ. അതല്ലാണ്ട് ഒരു ശരിക്കും രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ചിന്തിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവന്മാരത് പറയാൻ പറ്റും? അത് രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാവില്ല. അതാണ് ഇവരുടെയും നാട്ടിലെ സാധാരണ പാട്രിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള മെയിൻ ഡിഫറൻറ്റ്. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ, പാട്രിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാർ രാജ്യത്തിന് എന്നും അവർ സ്നേഹിക്കും, രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. കൂട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യാൻ പറ്റും. പാട്രിയോട്ടിക് അതാ ചെയ്യുക. എന്നിട്ട് രാജ്യത്തിനെ നന്നാക്കാൻ നോക്കും. ഈ പറഞ്ഞ ഗവൺമെൻറ് ത്രൂ രാജ്യത്തിനെ നന്നാക്കാൻ നോക്കും. നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരങ്ങ് രാജ്യസ്നേഹം എന്നും പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലോട്ട് കയറ്റി ഏത് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതാണ് നാഷണലിസം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ മാത്രം. ഒരിക്കലും ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാനുള്ള പവറോ കെൽപ്പോ അതല്ലെങ്കിൽ അതവർക്ക് ഉണ്ടാവില്ല. അതങ്ങനെയാണ് ഈ 2 കൂട്ടരും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് രാജ്യം സ്നേഹിച്ചുകൊണ്ടിരിക്കും. രാജ്യത്തിൻ്റെ വളർച്ച കാര്യങ്ങളൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അവർക്ക് അത്രേ ബോധമുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അക്കൂട്ടത്തിലാണ് നമ്മൾ ഈ കറാച്ചി ബേക്കറിനൊക്കെ ആക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, എന്തോ ഭാഗ്യത്തിന് അത് ഒരു മുസ്ലിമിൻ്റെ ബേക്കറി അല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതൊരു ഹിന്ദുവിൻ്റെ ബേക്കറി ആയതുകൊണ്ട്, ഹിന്ദു മതസ്ഥൻ്റെ ബേക്കറി ആയതുകൊണ്ട് വേറെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും മിണ്ടാണ്ട് കേട്ടിരിക്കുന്നുള്ളൂ. കാരണം ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണലിസ്റ്റുകൾ കാണിച്ചു കൂട്ടുന്ന ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ബോധമുള്ളവർ വരെ മിണ്ടാണ്ടിരുന്നു പോകും. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. എന്തായാലും എന്ന് നന്നാവാനാണ് ഈ വക സാധനങ്ങളെ എല്ലാത്തിനെയും കൂടെ കാറ്റ് പോകുമ്പോഴായിരിക്കും നമ്മുടെ നാടിന് കുറച്ചൊക്കെ ഒരു കാറ്റ് കിട്ടി തുടങ്ങുക.